നമസ്കാരം. രാജ്യത്തുടനീളം ഇന്ന് വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണ്. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം നടത്തുന്ന ഗണേശ പൂജയും വ്രതവും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. കാര്യസാധ്യത്തിനും വിഘ്നശാന്തിക്കും വിനായക പ്രീതി വേണമെന്നാണ് ഹൈന്ദവ വിശ്വാസം. വിനായക ചതുർത്ഥി ദിവസം വീടുകളിലും ക്ഷേത്രങ്ങളിലും സവിശേഷ പൂജകൾ നടക്കുന്നു. വിനായകന് ഏറ്റവും പ്രിയങ്കരമായ മോദകം, അട, ഉണ്ണിയപ്പം എന്നിവ നിവേദിക്കുന്നു. മറാത്ത ഭരണാധികാരിയായിരുന്ന ശിവാജി തന്റെ പ്രജകൾക്കിടയിൽ ദേശീയ വികാരം സൃഷ്ടിക്കാനാണ് ഗണേശ ചതുർത്ഥി ആഘോഷത്തെ പ്രയോജനപ്പെടുത്തിയതോടെയാണ് പൊതു ആഘോഷത്തിന്റെ സ്വഭാവം വിനായക ചതുർത്ഥിക്ക് കൈവരിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിൽ വളരെ സവിശേഷമായ രീതിയിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കപ്പെടുന്നത്. ലാൽബാഗിലെ മഹാരാജ എന്നാണ് ഇവിടുത്തെ ഗണപതി അറിയപ്പെടുന്നത്. ലാൽബാഗിലെ മഹാഗണപതിയുടെ ദർശനം തേടി ഏറെ പേരാണ് ഇവിടെ എത്തുന്നത്. ഇത്തവണ ലാൽബാഗിലെ ഗണപതി ഭഗവാന്റെ ഏറെ ആകർഷകമായ ചിത്രമാണ് ഗണേശോത്സവത്തിന് മുമ്പായി പുറത്തു വന്നിരിക്കുന്നത്. 16 കോടി രൂപ ചെലവിലാണ് ലാൽബാഗ് രാജയുടെ കിരീടം നിർമ്മിച്ചിരിക്കുന്നത്. ഗണേശോത്സവ ഒരുക്കങ്ങൾ ഇവിടെ ഏറെക്കുറെ പൂർത്തിയായി. അതിമനോഹരമായാണ് പന്തൽ അലങ്കരിച്ചിരിക്കുന്നത്. കയ്യിൽ ചക്രവും നെറ്റിയിൽ ത്രിശൂലത്തിന്റെ ആകൃതിയിലുള്ള തിലകവും ധരിച്ച വിഗ്രഹം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മെറൂൺ നിറത്തിലുള്ള മസിൻ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. വിഗ്രഹത്തിന്റെ കയ്യിലുള്ള ചക്രവും വളരെ മനോഹരമാണ്. 2 നിറങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ മുതൽ സെലിബ്രിറ്റികൾ വരെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. മുംബൈക്കാരാണ് വിനായക ചതുർത്ഥി നാളിൽ ഇവിടെ ദർശനത്തിന് കൂടുതലായി എത്തുന്നത്.